നമസ്കാരം. പരമ്പരാഗത കമ്മ്യൂണിസം നന്മയുടെ പ്രത്യയശാസ്ത്രമാണ്, സംശയമൊന്നുമില്ല. അവിടെ ഒരു സുതാര്യതയുണ്ട്, അവിടെ ഒരു നേരിൻ്റെ വഴികളുണ്ട്, അവിടെ സാമ്പത്തികമായ കൃത്യതയുണ്ട്. കുത്തക മുതലാളിമാരെ ഉപയോഗിക്കരുത് എന്നല്ലാതെ ഫണ്ട് പിരിക്കുന്നതിനൊക്കെ കൃത്യമായ കണക്കുകൾ ഉണ്ടാകാം. ഫണ്ട് സ്വീകരിക്കുന്നത് സാധാരണ ആളുകളുടെ കയ്യിൽ നിന്നാവണം. ഇതൊക്കെയാണല്ലോ പരമ്പരാഗതമായ ഒരു കമ്മ്യൂണിസ്റ്റ് രീതി. അതിലാകർഷകരായിട്ടാണ് കേരളം ഒരു കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചത്. EMS നമ്പൂതിരിപ്പാടും AK ഗോപാലും ഒക്കെ തന്നെ ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അവർക്ക് ആവതുള്ള ആളുകളും പിന്നീട് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരും 4 കാശ് ഉണ്ടാക്കാത്തവരുമാണ്. പക്ഷേ ആധുനിക കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയല്ല, പ്രവർത്തന രീതി കൊണ്ട് അങ്ങനെയല്ല. ഇത് പല ആവർത്തി പലരും പറഞ്ഞപ്പോഴും അതൊക്കെ ആധുനിക രീതികളിലെ അങ്ങനെ പോകൂ എന്ന നിലയിൽ പാർട്ടി CPM എന്ന പാർട്ടി ഒരു കോർപ്പറേറ്റ് രീതികൾ സ്വീകരിച്ചു. അതിനെതിരെ ഒറ്റപ്പെട്ട ചില ചെറുത്തുനിൽപ്പുകൾ പല കാലങ്ങളായി ഉണ്ടായി. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇതിവൃത്തം കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ചില വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകാശനം ചെയ്ത പുസ്തകം, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ്റെ പുസ്തകം അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഒരു 100 പേജ് താഴെയുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവകഥ, ആത്മകഥ എന്നൊക്കെ പറയാവുന്നൊരു പുസ്തകം. അത് വലിയ കോളിളക്കമാണ് കേരളത്തിൻ്റെ ചിന്താ സരണിയിൽ ഉണ്ടാക്കിയത്. അതിനുള്ള കാരണം ഇതാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന, യഥാർത്ഥ മാർക്സിസം ലെനിനിസത്തെ നെഞ്ചോട് ചേർക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരുടെ എല്ലാം വേദനയാണ് കുഞ്ഞികൃഷ്ണൻ പുസ്തക രൂപത്തിൽ കൊണ്ടുവന്നത്. അത് പുസ്തക പ്രകാശനം തന്നെ തടയാൻ വേണ്ടി വലിയ കുൽസിതമായ ശ്രമങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പല വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ഇത് പ്രകാശനം നീട്ടിവെക്കാൻ പോകുന്നു, മാറ്റിവെച്ചിരിക്കുന്നു എന്നെല്ലാം ഉള്ളതൊന്ന്. അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ പലരുടെയും ബൈക്ക് ഉൾപ്പെടെ കത്തിക്കുന്ന ഒരു സംഭവം. എന്താണ് അദ്ദേഹം ചെയ്ത മഹാപാപം? പാർട്ടി നടത്തിയ ചില പിരിവുകൾ, അതായത് സ്ഥലം MLA പയ്യന്നൂർ MLA TI മധുസൂദനൻ നടത്തിയ ചില പിരിവുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒത്താശയോടെ നടത്തിയ 3 പ്രധാനപ്പെട്ട പിരിവുകൾ. ഒന്ന്, ധനരാജ് എന്ന ഒരു രക്തസാക്ഷി അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ പിരിവ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സന്ധാരണം, സ്മാരകം എല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയ പിരിവ്. കണക്കുകൾ പൂർണ്ണമായി വെളിയിൽ വന്നിട്ടില്ല. അത് സംബന്ധിച്ച ചോദ്യങ്ങൾ. 2, ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച പണം, അതിൽ 70 ലക്ഷം രൂപ കാണാനില്ല എന്നാണ് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രസീത് കുറ്റികൾ അടിക്കുകയാണ്, വ്യാപകമായി രസീത് കുറ്റികൾ അടിക്കുകയാണ്, അത് ദുരുപയോഗം ചെയ്യുകയാണ്. ഈ 3 കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ സഹിതം ആരോപണം ഉന്നയിച്ചു. ഇത് പരിശോധിക്കാൻ പാർട്ടി തയ്യാറായില്ല. മാത്രമല്ല, ഈ ആരോപണ വിധേയനായ മധുസൂദനെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി പട്ടം കെട്ടിയിറക്കാൻ പോവുകയാണ്. അതോടെ തീർച്ചയായും വലിയ രീതിയിലാണ് പ്രകോപനം ഉണ്ടായത്. പൊതുമധ്യത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കുള്ളിൽ പറഞ്ഞ് നടക്കുന്നില്ല എങ്കിൽ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുകയാണ് പതിവ്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ അങ്ങനത്തെ ആളല്ല. അദ്ദേഹം ഒരു ഫൈറ്ററാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കൃത്യമായി പറയുന്നു. CPM അദ്ദേഹം വെല്ലുവിളിച്ചു. ഞാൻ പുസ്തകം ഇറക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വിടാമോ? അല്ല, ഞാൻ പുസ്തകം ഇറക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണക്കുകളെല്ലാം ഒപ്പിച്ച് വെക്കുക എന്നത് ഒരു 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 ഭീരുവിൻ്റെ പണിയാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ CPM ചുമതലക്കാർ, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പുച്ഛിച്ച് തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ശത്രുക്കളുടെ കയ്യിലെ ഒരു ചട്ടുകമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് ഉൾക്കൊള്ളാതെ കുഞ്ഞികൃഷ്ണനെ തള്ളിക്കളയുന്ന ഒരു നിലപാട്, അത് ന്യായമോ? പരിശോധിക്കേണ്ടതാണ്. ഇവിടെ കുഞ്ഞികൃഷ്ണൻ്റെ ഇത് ആരെയാണ് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി നിയോഗിച്ചത് എന്ന് നോക്കുമ്പോൾ വളരെ ഇതാണ്. MN വിജയൻ്റെ മകൻ, എഴുത്തുകാരൻ കൂടിയായ അനിൽകുമാറാണ്, VS അനിൽകുമാറാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. അത് നൽകിയതോ ചാനൽ ചർച്ചയിലൊക്കെ വളരെ സുപരിചിതമായ മുഖമാണ്. ജോസഫ് C. മാത്യു, ശ്രീ VS അച്യുതാനന്ദൻ്റെ IT കാര്യ ഉപദേഷ്ടാവായിരുന്ന മാന്യദേഹമാണ് ഈ പുസ്തകം നൽകിയത്. ഇവരെല്ലാം അടങ്ങുന്ന ഒരു ചടങ്ങ് അവിടെ വന്നു പങ്കെടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിയെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിന്
ഒരു മാറ്റമുണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും വലതുപക്ഷക്കാർ എന്നോ അല്ല BJP-കാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ ഉള്ളവരല്ല. കൗതുകത്തിന് വന്ന ആളുകളുണ്ട്. വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ആ യോഗത്തിൽ കേട്ടത് ഇതാണ്. ശ്രീ VS അച്യുതാനന്ദനായിരുന്നു അവസാനത്തെ ഫൈറ്റർ. കമ്മ്യൂണിസ്റ്റ് രീതികൾ തിരിച്ചു പിടിക്കണം, അവിടെ സുതാര്യത ഉണ്ടാകണം, അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടക്കണം. അതുകൊണ്ട് VS-നെ അനുസ്മരിച്ചുകൊണ്ടും VS-ന്റെ രീതികളെ അനുസ്മരിച്ചുകൊണ്ടും മുൻകാല കമ്മ്യൂണിസ്റ്റുകളുടെ നന്മകളെ അനുസ്മരിച്ചുകൊണ്ടും ഉള്ള കാര്യമാണ്. എത്രത്തോളം ഒരു വ്യതിയാനമുണ്ടായി, ഒരു കോർപ്പറേറ്റ് വ്യതിയാനമുണ്ടായി, ക്രോണി ക്യാപിറ്റൽ എത്രത്തോളം പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് കൊണ്ടുവരുന്നത്. ഒരു വശത്ത് പിരിവുകൾ നടക്കുന്നു, അത് ജനകീയ പിരിവുകളാണ്. സാധാരണക്കാരിൽ നിന്നും ഈ പാർട്ടി ഫണ്ട് പിരിക്കുന്ന ആരിൽ നിന്നുമാണ്? കുത്തക മുതലാളിമാരിൽ നിന്നൊന്നുമല്ലല്ലോ. ഈ പണ്ടൊക്കെ ബക്കറ്റ് പിരിവുണ്ടായിരുന്നു, ഇപ്പോൾ കാര്യമായ ബക്കറ്റ് പിരിവില്ല. എങ്കിൽ പോലും രസീത് അടിച്ചുകൊണ്ടുള്ള പിരിവാണ്. പക്ഷേ ഈ പിരിവിൻ്റെ കണക്കുകൾ ചോദിച്ച് ആരും തന്നെ, ഡൊണേഷൻ ചെറുതും വലുതുമായി ഡൊണേഷൻ കൊടുത്തവരാരും തന്നെ ഇതെല്ലാം കണക്കിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാരും പാർട്ടിയുടെ പുറകെ വരാറില്ലല്ലോ. കൊടുത്തു മറന്നു, ഇതാണല്ലോ രീതി. പക്ഷേ ഈ കൊടുക്കുന്ന തുകയ്ക്ക് യാതൊരു കണക്കും പലപ്പോഴും ഉണ്ടാകാറില്ല എന്നും അതുമായി ബന്ധപ്പെട്ടവർ തുക അടിച്ചു മാറ്റുന്നു എന്നുമുള്ള വ്യാപകമായ ആരോപണം അത് പയ്യന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ വിഷയം കേരള ജനത കൂടുതൽ ആഴത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. പയ്യന്നൂരൊക്കെ CPM-ന്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെ ഒന്നും CPM-നെ പരാജയപ്പെടുത്താനാവില്ല. ഒരിക്കൽ പോലും മണ്ഡലം നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. ഇതൊക്കെ ആ ഭാഗത്ത് ഒരുപക്ഷെ പറയാം, തിരഞ്ഞെടുപ്പ് ഫലം വരെ പറയാം, ഇതെന്താ ജായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയല്ലോ. പക്ഷെ പയ്യന്നൂരെ ആ രീതിശാസ്ത്രം മറ്റിടങ്ങളിലും CPM പയറ്റുന്ന ഒരു രീതിയാണ്. ഇത് തീർച്ചയായും വോട്ടർ മനസ്സുകളിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിലെങ്കിലുമുള്ള ചലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കേരളത്തിൽ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് കേവലം 1% താഴെ വോട്ടുകളാണ് പലപ്പോഴും വിജയിയെയും പരാജയപ്പെട്ടവരെയും ആത്യന്തികമായി തീരുമാനിക്കുന്നത്. അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശബരിമല വിവാദം, അവിടെയും അഴിമതിയുടെ കരിനിഴൽ വീണിരിക്കുന്നത് CPM-ന്റെ നേതാക്കളിലാണ്. കാരണം ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ പത്മകുമാർ ഉൾപ്പെടെ ആരോപണ വിധേയനാണ്. അദ്ദേഹം അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അകത്ത് കിടക്കുമ്പോൾ അവർ പാർട്ടി ബന്ധം സൂക്ഷിക്കുന്നു, അംഗത്വം നിലനിർത്തുന്നു. അപ്പോൾ പാർട്ടി ആരെയാണ് സംരക്ഷിക്കുന്നത്? പുസ്തകം എഴുതിയ അല്ലെങ്കിൽ കാര്യം ചൂണ്ടിക്കാണിച്ച വിസിൽ ബ്ലോവറായ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കി. അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലായിരുന്നു, പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രൊമോഷൻ കിട്ടി. പിന്നീടാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി വന്നപ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഇണങ്ങിയും പിണങ്ങിയും ഏറെക്കാലം നിൽക്കുകയായിരുന്നു. ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു വെച്ചതാണ്. അത് ഒരു പരുവത്തിലാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എങ്ങനെയോ പ്രൊമോഷൻ കിട്ടി, ജില്ലാ കമ്മിറ്റിയിലെത്തി. അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെ പാർട്ടി അകാരണമായി ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ അകാരണമായി പുറത്താക്കിയ കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്ന കാരണം പുറത്ത് പറയാനാവില്ലല്ലോ. അദ്ദേഹം പാർട്ടിയുടെ രീതികളെ ചോദ്യം ചെയ്തു. പാർട്ടിയുടെ അഭിമാനമല്ല ഈ ചോദ്യം ചെയ്യൽ, അകത്ത് നിന്നുള്ള തിരുത്തലാണ് പാർട്ടിയുടെ ശക്തി, CPM-ന്റെ ശക്തി. അണികൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, കാരണം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമുണ്ട്, ഇന്റർ പാർട്ടി ഡെമോക്രസി ഉണ്ട്, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, ഇവിടെ എന്തും പറയാം ഞങ്ങൾക്ക്. എന്തും പറയാമായിരിക്കും, പക്ഷേ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ പാർട്ടി ലൈൻ, അത് ഉന്നതർ പറയും പാർട്ടി ലൈൻ എന്താണെന്ന്. ആ ലൈനിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഔട്ട് എന്നാണ് അർത്ഥം. അത് ഏറെ പേർ അനുഭവിച്ചതാണ്. അത് KR ഗൗരിയമ്മ അനുഭവിച്ചതാണ്, MV രാഘവൻ അനുഭവിച്ചതാണ്. ഇപ്പോഴിതാ ചെറിയ മീനായ കുഞ്ഞികൃഷ്ണനും അത് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇത് കുഞ്ഞികൃഷ്ണൻ്റേത് ഒരു നയത്തോടുള്ള, ഒരു ലാർജർ നയത്തോടുള്ള ഒരു വെല്ലുവിളിയായി നമ്മൾ വിശദീകരിക്കുമ്പോഴും അദ്ദേഹം ഉയർത്തിയ ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു പിരിവ്. 1 കോടി രൂപയുടെയാണ് ഈ ക്രമക്കേടുകൾ ആരോപിക്കുന്നത്. അതൊന്നും വലിയ വിഷയമല്ല. 1 കോടി കേരളത്തിൻ്റെ മൊത്തം ഒരു രീതി അനുസരിച്ച് 1 കോടി എന്നത് വലിയൊരു എമൗണ്ട് അല്ല. പക്ഷേ അതിന് പോലുമുള്ള വഴങ്ങാനുള്ള ആർജവം, കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം CPM-ൽ ഉണ്ടായിരിക്കെ, അത് പാർട്ടിയുടെ മേലാളന്മാർക്ക് ഇഷ്ടക്കാരായിരിക്കുന്നവർ എന്ത് ചെയ്താലും, എത്ര ഫണ്ട് വകമാറ്റിയാലും, തിരിമറി നടത്തിയാലും അത് തെറ്റല്ല എന്ന് പറയുന്ന ധാർഷ്ട്യം. അതുകൊണ്ട് CPM എന്നത് പണ്ടത്തെ CPM അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് മുൻകാല കമ്മ്യൂണിസ്റ്റ് രീതികളെ അല്ല ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ എത്രത്തോളം ആർഭാടകരമായിട്ടാണ്. ഇതൊക്കെ സാധാരണക്കാരുടെ പണമൊന്നുമല്ല, കോർപ്പറേറ്റ് ഫണ്ടിങ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. ഇൻഡയറക്ട്ലി ഈ സാബു ജേക്കബ് ഉൾപ്പെടെയുള്ള വ്യവസായികളോട് വലിയ രീതിയിൽ പണം വാങ്ങിയതായി തെളിവുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുതരം ഗുണ്ടാപ്പിരിവെന്ന് വേണമെങ്കിൽ ലാർജർ അർത്ഥത്തിൽ പറയാം.
അവർ ആരും മനസ്സറിഞ്ഞ് വലിയ തുകയൊന്നും പാർട്ടിക്ക് കൊടുക്കില്ലല്ലോ. അതൊക്കെ ചില സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്, ചില സൗകര്യപൂർവ്വം കൊടുക്കുന്നതാണ്, ചില ഫേവേഴ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്, പല അർത്ഥത്തിലാണ്. അതുകൊണ്ട് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറേ കാലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ വിവാദം തീർച്ചയായും ഈ ഒരു വിപത്ത് ചൂണ്ടിക്കാണിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് പല നിയമനങ്ങളും ഇപ്പോൾ നടക്കുന്നത് ആശ്രിതന്മാരെയാണ് നിയമിക്കുന്നത്. അതിൽ പണവും ചിലപ്പോൾ ഉൾപ്പെട്ടേക്കാം. അതുകൊണ്ട് പാർട്ടി ഭരണത്തിൽ ഏറെക്കാലം 10 വർഷം തുടർച്ചയായി CPM-ഉം LDF-ഉം ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനിവാര്യമായ ജീർണത എല്ലാ മേഖലയിലും സംഭവിച്ചിരിക്കുന്നു. പാർട്ടി പിരിവുകൾ ഉൾപ്പെടെ അത് സംഭവിച്ചിരിക്കുന്നു എന്നതും ഇത് കേരള ജനതയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നതുമാണ് എൻ്റെ ഒരു കണക്ക്.